ഹലോ കൂട്ടുകാരെ, നെക്സ്റ്റ് ജെൻ വിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 1ാം പാഠം ഒറ്റയൊല്ലൊരു ജീവിയും. 7 മുതൽ 16 വരെയുള്ള പേജുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒറ്റയൊല്ലൊരു ജീവിയും. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണുന്ന പക്ഷി ഏതാണ്? പൊന്മാനാണ്. അവയുടെ പ്രധാന ഭക്ഷണം എന്തായിരിക്കും? മത്സ്യമാണല്ലേ. മത്സ്യമാണ് പ്രധാന ഭക്ഷണം. ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് നമ്മൾ കാണുക? നദീതീരത്തും അതുപോലെ കുളക്കരയിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്താകും അതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, ജലസ്രോതകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധതരം ജീവികൾ കഴിക്കുന്ന ആഹാരം എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും ഓരോ ജീവികളും കഴിക്കുന്നത്? പുല്ല് കഴിക്കുന്നവരുണ്ട്, നമ്മൾ അരിയാഹാരം കഴിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരുണ്ട്, അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം എല്ലാം കഴിക്കുന്നവരുണ്ടല്ലേ. ഇലകൾ, മരത്തിൻ്റെ ഇലകൾ എല്ലാം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? പുല്ലും ഇലകളുമാണ് ആട് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റു ജീവികളാണ് സസ്യങ്ങൾ ഭക്ഷിക്കുന്ന ജീവികളാണ് ആനയും പശുവുമൊക്കെ. മാംസം കഴിക്കുന്നതാവട്ടെ കടുവ, സിംഹം മുതലായവ. മനുഷ്യൻ അതുപോലെ കാക്ക എന്തൊക്കെ കഴിക്കും? സസ്യങ്ങളും മാംസവും ഒരുപോലെ കഴിക്കുന്നതാണ്. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? കണ്ടെത്തി എഴുതുക. ഉദാഹരണത്തിന് 2 കൊടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് പൂരിപ്പിക്കാം. മാൻ, മുയൽ, പശു, ആന, ഒട്ടകം എല്ലാം നമുക്ക് അതിനകത്ത് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വയലും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കുളവും കാണുന്നില്ലേ? അതിൽ കുറേ ജീവികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. എന്തൊക്കെയാണുള്ളത്? കാക്ക, തുമ്പി, തവള, ഞണ്ട്, കൊക്ക്, ഒച്ച്, മീൻ, പുൽച്ചാടി, പാമ്പ്, ആമ. ഇത്തരം ജീവികളാണ് ആ കുളത്തിലുള്ളത്. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? നിങ്ങൾക്കറിയാമല്ലോ. ഏതൊക്കെയാ? ചെറുമീനുകൾ, പുൽച്ചാടി, ഒച്ച്, ആമ എന്നിവ. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? ഏതൊക്കെയാ? കൊക്ക്, തവള, പാമ്പ്, ഞണ്ട്, ആമ. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു. എന്തിനൊക്കെയാ? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു, കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. അതുപോലെ തന്നെ വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ കാണാം നമുക്ക് സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് ആരൊക്കെയാ? ചെറുമീനിനെ വലിയ മീനും തവളയും ഭക്ഷിക്കും. വലിയ മീനിനെയും തവളയും ആര് ഭക്ഷിക്കും? കൊക്ക്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് പൂരിപ്പിക്കാം. സസ്യത്തിനെ ഭക്ഷിക്കുന്ന മറ്റൊരു ജീവിയാണ് പുൽച്ചാടി. അതുപോലെ സസ്യത്തെ ഭക്ഷിക്കുന്ന മറ്റൊരു ജീവിയാണ് പുഴു. പുഴുവിനെ ആര് ഭക്ഷിക്കും? കാക്ക. കണ്ണിച്ചേർന്ന് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാൽ ആണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികൾ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കുക. നമുക്ക് നോക്കാം. സസ്യത്തെ ഭക്ഷിക്കുന്നതാണ് മാൻ. മാനിനെ സിംഹം ഭക്ഷിക്കുന്നു. സസ്യത്തെ ഭക്ഷിക്കുന്നത് അടുത്ത ജീവിയാണ് മുയൽ. മുയലിനെ കുറുക്കൻ ഭക്ഷിക്കുന്നു. അടുത്തത് സസ്യം കഴിക്കുന്നതാണ് പുൽച്ചാടി. പുൽച്ചാടിയെ ആര് ഭക്ഷിക്കും? തവള. ഇതുപോലെ തന്നെ പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തിയ ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ ചിത്രീകരിക്കുക. നമുക്ക് ഉദാഹരണത്തിന് നോക്കാം. സസ്യത്തെ മാൻ കഴിക്കും. മാനിനെ കടുവ അല്ലെങ്കിൽ പുലി ഒക്കെ കഴിക്കും. അതുപോലെ തന്നെ സസ്യം കഴിക്കുന്നതാണ് മുയൽ. മുയലിനെ കുറുക്കനും പരുന്തും എല്ലാം ഭക്ഷിക്കും. അതുപോലെ സസ്യം പുൽച്ചാടി ഭക്ഷിക്കുന്നു. പുൽച്ചാടിയെ തവള, ഓന്ത്, പല്ലി മുതലായവ ഭക്ഷിക്കുന്നു. ഇനി ഈ തവളയെയും ഓന്തിനെയും പല്ലിയെയും എല്ലാം ആര് ഭക്ഷിക്കും? പാമ്പ് ഭക്ഷിക്കും. പാമ്പിനെയോ പരുന്ത് ഭക്ഷിക്കും. നമുക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്ത്? ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഒന്നാമതായി ചെടിയെ ഭക്ഷിക്കുന്നത് ആരാ? മാൻ. മാനിനെ കടുവ ഭക്ഷിക്കുന്നു. രണ്ടാമത് വീണ്ടും ചെടിയെ കാട്ടുപോത്ത് ഭക്ഷിക്കുന്നു. അതിനെ കടുവ ഭക്ഷിക്കുന്നു. മൂന്നാമതായി ചെടിയെ കാട്ടുപോത്ത് ഭക്ഷിക്കുന്നു. കാട്ടുപോത്തിനെ പരുന്ത് അല്ലെങ്കിൽ കഴുകൻ ഭക്ഷിക്കുന്നു. ഇനി അടുത്ത വലതുഭാഗത്തുള്ള ചിത്രത്തിൽ കാണാം പുല്ല്, പുൽച്ചാടി, പക്ഷി, കുറുക്കൻ, പരുന്ത് അഥവാ കഴുകൻ. അടുത്തത് വീണ്ടും പുല്ല്, പുൽച്ചാടി, കുരങ്ങൻ, പുലി, പരുന്ത്. അടുത്തത് പുല്ല്, എലി, പൂച്ച, പുലി, പരുന്ത്. അടുത്തതായിട്ട് പുല്ല്, മാൻ, പുലി, പരുന്ത്.
ഇങ്ങനെയാണ് ആഹാര ശൃംഖലാജാലം ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം ശൃംഖലകൾ കടലിലും. കരയിൽ മാത്രമല്ല ഇവിടെയും നമുക്ക് കാണാം, കടലിലും കാണാം. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കുക. എങ്ങനെയായിരിക്കും? പട്ടിക നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്രാവ് കണവ, മീനുകൾ, കടലാമ എന്നിവയെ ഭക്ഷിക്കുന്നു. മത്തി ചെറുമീനുകൾ, പ്ലവകങ്ങൾ ഭക്ഷിക്കുന്നു. കടലാമ സസ്യഭാഗങ്ങൾ, മീനുകൾ എന്നിവയെ ഭക്ഷിക്കുന്നു. ചെറുമീനുകൾ പ്ലവകങ്ങളെ ഭക്ഷിക്കുന്നു. എന്താണ് ഈ പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ഇവ. ഇനി നമുക്ക് ഇതുപയോഗിച്ച് ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലവകങ്ങൾ, അവയെ ചെറുമീനുകൾ ഭക്ഷിക്കുന്നു. മത്തി, സ്രാവ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അടുത്തതായി പ്ലവകങ്ങൾ, ചെറുമീനുകൾ, കടലാമ, സ്രാവ്. ഇങ്ങനെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ എത്രയെത്ര ആഹാരബന്ധങ്ങൾ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെക്കുറിച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം ശാസ്ത്രപുസ്തകത്തിൽ ചിത്രീകരിക്കൂ. നമുക്ക് ഉദാഹരണം നോക്കാം. ഒരു മാവിനെ നിരീക്ഷിച്ചാൽ നമുക്ക് എന്തൊക്കെ കാണാം? മാവില പുഴു ഭക്ഷിക്കുന്നു. അതിനെ തവള ഭക്ഷിക്കുന്നു. തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു. പാമ്പിനെ പരുന്ത് ഭക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് നോക്കാം. മാവിലയെ പുൽച്ചാടി ഭക്ഷിക്കുന്നു. അതിനെ ഓന്ത് ഭക്ഷിക്കുന്നു. ഓന്തിനെ പൂച്ച ഭക്ഷിക്കുന്നു. അടുത്തത് വീണ്ടും മാവിലയെ ആര് ഭക്ഷിക്കും? ശലഭത്തെ ആര് ഭക്ഷിക്കും? പല്ലിയെ പൂച്ച ഭക്ഷിക്കുന്നു. ഇനി നമുക്ക് മാങ്ങയെ നോക്കിയാലോ. മാങ്ങ അണ്ണാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അണ്ണാൻ കഴിക്കും. പിന്നെ ആര് കഴിക്കും? പരുന്തും ഭക്ഷിക്കും. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം നിലനിൽപ്പിനായി ഒരു കുളത്തിലെ ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നോക്കൂ, കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? എന്തൊക്കെ ആവശ്യം? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, അതുപോലെ തന്നെ ജലം വേണമല്ലേ, ഓക്സിജൻ, ആഹാരം എന്നിവയെല്ലാം ആർക്ക് വേണം? മത്സ്യത്തിന് നിലനിൽക്കാനായിട്ട് വേണം. കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? ആവശ്യമുണ്ടോ? അതെ, ആവശ്യമുണ്ട്. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. നമുക്ക് ജീവനുള്ളവ എന്തൊക്കെയാണ്? മീൻ, തവള, ആമ, ഞണ്ട്, ഒച്ച്, പായൽ, ചെറുസസ്യങ്ങൾ ഇവയ്ക്കെല്ലാം ജീവനുണ്ടല്ലേ. അതുപോലെ ജീവനില്ലാത്തവ ഏതൊക്കെയാണ്? ജലം, കല്ല്, ചെളി, മരത്തടി തുടങ്ങിയവയ്ക്കൊന്നും ജീവനില്ല. അത് നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി എന്താണ് ആവാസം? അടുത്ത പേജിൽ നമുക്ക് നോക്കാം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? എന്തൊക്കെയായിരിക്കും? മരം, കാവ്, പൂന്തോട്ടം, കടൽ, വയൽ, മണ്ണ്, കാട്, പുഴ, മല ഇവയെല്ലാം എന്താണ്? നമുക്ക് ചുറ്റുമുള്ള ആവാസങ്ങളാണ്. പല ജീവികളും അവിടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനവും നിരീക്ഷിക്കൂ. സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ഉദ്യാനമൊക്കെ നിരീക്ഷിക്കുക. എന്തൊക്കെയാണ് അവിടെ ജീവിക്കുന്ന ജീവികൾ എന്നെല്ലാം മനസ്സിലാക്കുക. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? എന്തൊക്കെയാണ് ഉണ്ടാവുക ഒരു ഉദ്യാനത്തിൽ? ശലഭം, പുൽച്ചാടി, മണ്ണിര, ഉറുമ്പ്, തുമ്പി, പുഴു, കിളികൾ എല്ലാം ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? എന്തൊക്കെയാണ് ഉണ്ടാവുക? മണ്ണ്, വായു, പൂക്കൾ, മരങ്ങൾ, തേൻ ഇതെല്ലാം ഉദ്യാനത്തിലുണ്ടാകും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു റോൾ പ്ലേ സംഘടിപ്പിക്കാം. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാകൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. കാരണം എന്താ? ജീവനില്ലാത്ത ഘടകങ്ങളില്ലെങ്കിൽ ജീവനുള്ള ഘടകങ്ങൾക്കും നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇവ രണ്ടും ചേർന്നതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ. രണ്ടും വേണം. ജീവനുള്ളവയ്ക്ക് ജീവനില്ലാത്ത ഘടകങ്ങളും വേണം. എന്നാൽ മാത്രമാണ് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിനെ നിർവചനം രൂപീകരിക്കൂ. എന്തായിരിക്കും ആവാസം? ഒരു ജീവിക്ക് ആഹാരം, ജലം, വാസസ്ഥലം, അനുകൂല കാലാവസ്ഥ, സംരക്ഷണം എന്നിവ ലഭിക്കുന്ന സ്വാഭാവിക ചുറ്റുപാടാണ് ആവാസം. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്?
ചിത്രത്തിൽ വിവിധ തരം ആവാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടെണ്ണം ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ആദ്യത്തേതും രണ്ടാമത്തേതും. പുൽമേടുകളും മരുഭൂമിയാണ് തന്നിട്ടുള്ളത്. ബാക്കി രണ്ടെണ്ണം നമ്മൾ എഴുതി ചേർക്കണം. എന്തൊക്കെയാണ്? ഒന്നാമത് കണ്ടൽക്കാടും, നാലാമതായി കാണുന്നത് ഏതാ? ഹിമപ്രദേശം. മഞ്ഞ് മൂടിയുള്ള പ്രദേശമാണ് ഹിമപ്രദേശം. ഇനി നിങ്ങളോട് ഒരു ആഹാര കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രം തന്നിരിക്കുന്നത്. ഒരു കാർഡ്, അതിനകത്ത് എന്തുണ്ടാവും? ജീവിയുടെ പേരുണ്ടാവും, അതുപോലെ ആഹാരം, എന്താണ് ആ ജീവി ഭക്ഷിക്കുന്നതെന്ന് ഉള്ള ആഹാരം ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. ആദ്യത്തെ ഏതാ ജീവി? കാക്ക. അതിൻ്റെ ആഹാരം എന്താ? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃത അവശിഷ്ടങ്ങൾ, ഇതെല്ലാം കാക്ക തിന്നും. അതുപോലെ അടുത്ത ജീവി ഏതാ? ആട്. ആടിൻ്റെ ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇതുപോലെ രണ്ട് ജീവികളുടെ ആഹാരക്കാർഡ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. ഒന്നാമതായി തവള. തവളയുടെ ആഹാരം എന്താ? കൊതുക്, ഈച്ച, പുൽച്ചാടി, ചെറുപ്രാണികൾ, പുഴുക്കൾ എന്നിവയെല്ലാം കഴിക്കും. അടുത്തതായി കടുവ. ആഹാരം എന്താ? മാൻ, കാട്ടുപന്നി, കാട്ടുപോത്ത്, മുയൽ, അതെല്ലാം കടുവ കഴിക്കൂലേ. അപ്പോൾ എവിടെയാണ് താമസിക്കുക കടുവ? കാടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുൽമേട്ടിൽ. അടുത്ത പേജിൽ നമുക്ക് കാണാം കൂടിയാലും കുറഞ്ഞാലും. ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഒരു ആഹാര ശൃംഖലാജാലം നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? സസ്യങ്ങളെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, അതിനെ കോഴി ഭക്ഷിക്കുന്നു, അതിനെ കുറുക്കൻ ഭക്ഷിക്കുന്നു, അതിനെ കടുവ ഭക്ഷിക്കുന്നു. വീണ്ടും സസ്യങ്ങളെ കാട്ടുപോത്ത് ഭക്ഷിക്കുന്നു, അതിനെ കടുവ ഭക്ഷിക്കുന്നു. വീണ്ടും സസ്യങ്ങളെ മാൻ ഭക്ഷിക്കുന്നു, അതിനെ കടുവ ഭക്ഷിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? കടുവകളില്ലെങ്കിൽ എന്താ? മറ്റുള്ള സസ്യങ്ങൾ ഭക്ഷിച്ചിട്ടുള്ള സസ്യാഹാരികളായിട്ടുള്ള മാൻ, കാട്ടുപോത്ത് എന്നിവയുടെയൊക്കെ എണ്ണം വർദ്ധിക്കും. പതിയെ പതിയെ ആരുടെ എണ്ണം വർദ്ധിക്കും? കുറുക്കൻ്റെ എണ്ണവും വർദ്ധിക്കും. ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? ഏതൊക്കെയാ? മാൻ, കാട്ടുപോത്ത്, കുറുക്കൻ, അതൊക്കെ വർദ്ധിക്കും. മാനുകളുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? അവ സസ്യങ്ങളാണ് ഭക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ അവയ്ക്ക് ആവശ്യമുള്ള സസ്യങ്ങൾ ഇല്ലാതെ വരും, തികയാതെ വരും. എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണികളായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനുമായും സംരക്ഷിക്കപ്പെടുന്നു. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവയെ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മളുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളങ്ങളിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്താ സംഭവിക്കുക? ഇവ ചെറു മത്സ്യങ്ങളെയൊക്കെ തിന്നു തീർക്കും. അതുമൂലം അവയെ ഭക്ഷിക്കുന്ന മറ്റു ജീവികൾക്ക് ആഹാരം തികയാതെ വരും. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തൂ. എന്തൊക്കെയായിരിക്കും? കുളവാഴ അഥവാ പായൽ, ആഫ്രിക്കൻ ഒച്ച്, ഇതൊക്കെ ഉദാഹരണമാണ്. അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. മുതിർന്നവരോടൊക്കെ ചോദിച്ച് അത് കണ്ടെത്താനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം ആഹാരബന്ധം. ഒരു ആഹാര ശൃംഖലാജാലം തന്നിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും അതിൽ? ആദ്യമായിട്ട് സസ്യങ്ങളെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, അതിനെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു, പാമ്പിനെ കഴുകൻ ഭക്ഷിക്കുന്നു. അടുത്തതായി സസ്യങ്ങളെ അണ്ണാൻ, കുറുക്കൻ, കഴുകൻ. വീണ്ടും സസ്യങ്ങൾ അണ്ണാൻ, പൂച്ച, കഴുകൻ. അടുത്തായിട്ട് സസ്യങ്ങൾ അണ്ണാൻ, പാമ്പ്, കഴുകൻ. ഇങ്ങനെയാണ് വിവിധ ഒരു രീതി അവർ മുന്നേ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? സസ്യം, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. അതേ മാതൃകയിലാണ് ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും എഴുതി ചേർത്തത്. ഇതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ശ്രേണികൾ കണ്ടെത്തി എഴുതാനായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ആഹാര ശൃംഖല എന്ന് പറയുന്നുണ്ട്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. അതാണ് ഇപ്പോൾ നമ്മൾ എഴുതി ചേർത്തത്. ഇപ്പം ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ അതിലെ ഒന്നാമത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ കണ്ണി എല്ലാത്തിലും വരുന്നത് എന്താ? പുല്ലാണല്ലേ നമുക്ക് വരുന്നത്, സസ്യങ്ങൾ. അവസാന കണ്ണിയിൽ നമുക്ക് പലതരം ജീവികൾ മാറി മാറി വരാം. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ കഴുകനാണ്. ഇനി വേറെയും ശൃംഖലകൾ എഴുതിയാൽ നമുക്ക് എന്തിനൊക്കെ കാണാം? സിംഹം, കുറുക്കൻ, കടുവ, മനുഷ്യൻ, പരുന്ത്, ഇങ്ങനെയുള്ള വിവിധ തരം ജീവികളെ നമുക്ക് അവസാന കണ്ണിയിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു.
ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നെക്സ്റ്റ് ജെൻ വിസ്ഡം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ.